ഹായ് കൊച്ചു കൂട്ടുകാരെ, എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ കൂട്ടുകാരും ആ മുതൽ ഊ വരെയുള്ള ചിഹ്നങ്ങൾ പഠിച്ചല്ലോ. ഇനി ബാക്കി ചിഹ്നങ്ങൾ നമുക്ക് പഠിക്കണ്ടേ? ഊ മുതൽ ഐ വരെയുള്ള ചിഹ്നങ്ങൾ എങ്ങനെയാണ് അക്ഷരങ്ങളിൽ പ്രയോഗിക്കേണ്ടതെന്ന് ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പഠിക്കാം. ഊവിൻ്റെ ചിഹ്നം എങ്ങനെയാണെന്ന് നോക്കിക്കേ. എഴുതാൻ വളരെ എളുപ്പമല്ലേ ഊവിൻ്റെ ചിഹ്നം? ഊവിൻ്റെ ചിഹ്നങ്ങൾ അക്ഷരങ്ങളിൽ പ്രയോഗിക്കാം. നായ്ക്ക് ഊവിൻ്റെ ചിഹ്നം ഇട്ടാൽ നൂ, പൂ, രു, കൂ, മൂ. നൂറ്, പൂവ്, രൂപ, കൂവി. കൂട്ടുകാരെല്ലാവരും ഒരിക്കൽ കൂടി എൻ്റെ കൂടെ വായിച്ചേ. നൂറ്, പൂവ്, രൂപ, കൂവി. പൂവ്, പൂവ്. നൂറ്, നൂറ്. രൂപ, രൂപ. ചൂട്, ചൂട്. നൂല്, നൂല്. ഇനി അടുത്തതായി ഇറിൻ്റെ ചിഹ്നം കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? കൂട്ടുകാരെ, കായ്ക്ക് ഇറിൻ്റെ ചിഹ്നം ഇട്ടാൽ കൃ, തായ്ക്ക് ഇറിൻ്റെ ചിഹ്നം ഇട്ടാൽ തൃ, പായ്ക്ക് ഇറിൻ്റെ ചിഹ്നം ഇട്ടാൽ എന്ത് വായിക്കും? പ്ര. നായ്ക്ക് ഇറിൻ്റെ ചിഹ്നമിട്ടാൽ നൃ, വായ്ക്ക് ഇറിൻ്റെ ചിഹ്നമിട്ടാൽ വൃ. ഇനി വാക്കുകൾ നോക്കിയാലോ? കൃതി, കൃതി. തൃണം, തൃണം. സൃഷ്ടി, സൃഷ്ടി. മൃഗം, മൃഗം. കൂട്ടുകാരെ, അടുത്തതായി ഇവരുടെ ചിഹ്നം നോക്കിയാലോ? ചിത്രപരിചയത്തിലേക്ക് കടക്കാം. ഋഷി, ഋഷി. ഋതു, ഋതു. സീസൺസിന് പറയുന്ന പേരാണ് ഋതു. കൃഷി, കൃഷി. തൃണം, പുല്ലിന് പറയുന്ന പേരാണ് തൃണം. ഇനി എയുടെ ചിഹ്നം. കായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ കെ, ചായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ ചേ, മായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ മേ, ലായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ ലേ, വായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ വേ, റായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ റേ. കേണി, കെണി. ചെടി, ചെടി. വെടി, വെടി. മേതി, മെതി. ചേറി, ചെറി. ഇനി ചിത്രപരിചയം. കേണി, കെണി. ചെടി, ചെടി. ചെവി, ചെവി. വെടി, വെടി. കൂട്ടുകാരെ, എയുടെ ചിഹ്നം നോക്കിയാലോ? കായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ കേ, തായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ തേ, റായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ റേ, മായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ മേ, ലായ്ക്ക് എയുടെ ചിഹ്നമിട്ടാൽ ലേ. ഇനി നമുക്ക് വാക്കുകൾ വായിക്കാം. തേര്, മേനി, പേടി, പേന, വേണം, ചേന. പേന, പേന. ചേന, ചേന. കേരളം, കേരളം. ചേര, ചേര. ഇനി നമുക്ക് ഐയുടെ ചിഹ്നം നോക്കാം. കൂട്ടുകാരെല്ലാവരും ഐയുടെ ചിഹ്നം കണ്ടില്ലേ? എയുടെ ചിഹ്നം 2 തവണ ഇട്ടാൽ ഐയുടെ ചിഹ്നമായി മാറി. കായ്ക്ക് ഐയുടെ ചിഹ്നമിട്ടാൽ കൈ, തായ്ക്ക് ഐയുടെ ചിഹ്നമിട്ടാൽ എന്തു പറയും കൂട്ടുകാരെ? തൈ. പായ്ക്ക് ഐയുടെ ചിഹ്നമിട്ടാൽ പൈ. ചായ്ക്ക് ഐയുടെ ചിഹ്നമിട്ടാൽ ചൈ. ലായ്ക്ക് ഐയുടെ ചിഹ്നമിട്ടാൽ ലൈ. ഇനി നമുക്ക് വാക്കുകൾ വായിച്ചാലോ? തൈര്, തൈര്. മൈന, മൈന. കൈത, കൈത. ചൈന, ചൈന. കൈ. ഈ ചിത്രം കൈ. മൈന, മൈന. തൈര്, തൈര്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഉടൻ അടുത്ത വീഡിയോയുമായി കാണാം.